ആരെ കിടന്ന് വിളിക്കാൻ, ആര് വരാൻ? ആകെ കൂടെ ഒരു പഠനമുണ്ട്. അവനാണെ ശമ്പളം കുടിശ്ശികയുണ്ടെന്നും പറഞ്ഞ് വിളിച്ചോട്ട് വരുവോ ഇല്ല. വിളി കേട്ടാ വരുവോ, ഒന്നും കൂടെ കയറി പാത്തിരിക്കും അവൻ. ഇവനെ വിളിച്ചു വരുത്താനുള്ള ഒരു പരിപാടി ഉണ്ട്, വിളിക്കാം. ഗതികേട് കൊണ്ട് കൊട്ടാരത്തിൽ കിടന്ന് കറങ്ങുന്ന 2 കാലിലും നീരുള്ള നിർമ്മല നർത്തകി എത്തിട്ട്. നാളെ അവൻ വിശന്നിരിക്കും, അന്നേരം ചെല്ലും അവന്റെ കീഴയിലോട്ട്. എങ്ങനെയുണ്ട്? സ്വീറ്റ് ആയിരുന്നല്ലേ? നല്ല രസിച്ചു വരുമായിരുന്നു. നല്ല രസിച്ചു വരുമായിരുന്നല്ലേ? എടാ, എനിക്കറിയാം നീ എന്റെ വിളി കേട്ടാ നീ വരുമല്ലെന്ന് എനിക്കറിയാം. എല്ലാ പെണ്ണുങ്ങളെ ചെലങ്ങാറൊച്ച കേട്ട് കഴിഞ്ഞാൽ അന്നേരം പൊത്തിനകത്ത് നീ ഇറങ്ങും. ഇന്ന് മീറ്റർ അടിച്ചില്ലേ? ചെല്ലി ഇന്ന് പിന്നെ വേറൊരു കാര്യം, കൊട്ടാരത്തിൽ വൈകിട്ട് കഞ്ഞിയില്ല കേട്ടോ. നേരത്തെ കുഴമ്പൊക്കെ കാലിൽ തേച്ച് സെറ്റുബിലൊക്കെ ഒരു ജെല്ല വെച്ചാൽ കയറി കിടന്ന് ഉറങ്ങിക്കോണം. പറഞ്ഞു വിടണ്ടായിരുന്നു. 10-30 തോഴിമാളുള്ള കൊട്ടാരമായിരുന്നു. 29 കണ്ണു വെച്ച് കൊന്ന്. ഇനി ഒരെണ്ണം ഉണ്ട്, ഇനിയും കൂടെ തീർത്താലേ നീ അടങ്ങുള്ളൂ. താൻ എവിടെ പോയി കിടക്കോ? താൻ എന്നാ പുഴുങ്ങിയ പഠനം? താൻ എവിടെ പോയി കിടക്കോ? ഞാൻ എവിടെ പോയി കിടക്കണം ചോദിച്ചാൽ മതി. രാജാവിന് മുഖം കാണിക്കണമെന്ന് പറഞ്ഞ സുരേഷ് വന്ന് നിൽക്കുന്നായിരുന്നു. ഞാൻ അവനുമായിട്ട് സംസാരിച്ചോണ്ടിരുന്നല്ലേ. ഇവൻ എന്തിനാണ് ഈ ഡെയിലി വന്ന് എന്നെ ഈ മുഖം കാണിക്കുന്നത്? ഞാൻ എന്നാ ബ്യൂട്ടീഷ്യൻ? അതുകൊണ്ടല്ല, പിന്നെ കടം മേടിച്ചാ കാശ് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവൻ വന്ന് മുഖം കാണിക്കും കൂടെ കൂടെ. ഇപ്രാവശ്യം പറഞ്ഞിട്ട് പോയേക്കുന്ന എന്താണെന്നറിയാവോ? പൈസ വേണ്ടെന്നോ? പൈസ വേണ്ടെന്നല്ല, പിന്നെ ഇപ്രാവശ്യം കൂടെ തന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ അവൻ മോഹം അല്ല കാണിക്കാൻ പോന്നെന്നു. എന്തൊക്കെ ചെയ്യാനാന്ന് പറ. പണ്ട് പണവും പ്രതാപവും ഉള്ളൊരു കൊട്ടാരമായിരുന്നു ഇത്. ഇന്ന് പണവുമില്ല, ഒരു പഴവുമില്ല. ആകെ കൂടെ പ്രതാപൻ എന്ന് പേരുള്ള ഒരു പടനുണ്ട്. ഈയാണ് പറഞ്ഞു വിട്ടാലും പോലെ എന്താ കടിച്ചു തൂങ്ങി നിൽക്കുമെന്ന് എനിക്കറിയാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രാജാവേ, ഇപ്പൊ പണം ഇല്ലെങ്കിൽ എന്താ പ്രതാപത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ആ പ്രൗഢിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഈ ചൈതന്യത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? നിന്റെ ഈ തള്ളു കേൾക്കുമ്പോഴാണ് പണ്ട് എനിക്ക് എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഓർമ്മ വരുന്നത്. പിന്നെ വേറൊരു കേസ് പറയൂ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത രാജാവ് മറന്നു. ഒരു ഓർക്കസ്ട്ര രാജൻ. പണ്ട് ആളുണ്ടായിരുന്നു, ഇപ്പൊ ആരും ഇല്ലാത്തോണ്ട് എന്ത് സന്തോഷമായ വാർത്ത വന്നാലും ഞാൻ തന്നെത്താനെടുക്കും. ആ പറയൂ. ഇന്നാണ് നമ്മളെ അയൽ രാജ്യത്തെ 2 രാജാക്കന്മാരില്ലേ, അവര് യുദ്ധം പ്രഖ്യാപിച്ചില്ലേ? രാജാവോട്ടല്ലത്, അവര് തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചില്ലേ? ആ യുദ്ധം വേണ്ട, അതിനൊരു സന്ധി സംഭാഷണത്തിന് വേണ്ടി രാജാവ് അവരെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. അവര് വരുന്ന ദിവസം ഇന്നാണ്. ഓഹോ, ആ ദിവസം ഇന്നായിരുന്നു. എങ്കിൽ അവരെ കൊട്ടാരത്തിലേക്ക് ആനയിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. എവിടുന്ന് എന്തോ എടുത്തിട്ട് ഒരുങ്ങും? ആകപ്പാടുള്ള നിർമ്മലയുണ്ട്, അവള് പൂവൊന്ന് മാറ്റി കുത്തും. ഇതല്ലാതെ ഇവിടെ എന്തോ എടുത്തിട്ട് ഒരുങ്ങാനാണ്. ഇതിപ്പോ എന്നാ ചെയ്യുന്നേ? പുള്ളി വന്നിട്ടുണ്ടോ? അവരിപ്പോ വരും. ആണോ? എങ്കിലും ഒരു കാര്യം ചെയ്യൂ, അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുങ്ങട്ടെ. അവനവന്റെ കഴിവിനനുസരിച്ച് സംസാരിക്കണം കേട്ടോ. എന്തോ എടുത്ത് വെച്ച് ഒരുങ്ങാനാ ഇവിടെ എന്തോ ഇരിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, അവരടുത്ത് വരുമ്പോ എന്തെങ്കിലും നമുക്കും കൂടെ പാഴ്സൽ മേടിക്കാൻ പറ, അപ്പൊ നമുക്കും കഴിക്കാമല്ലോ. അത് നല്ല ഐഡിയ. എന്തായാലും അവര് വരുന്നല്ലേ. എന്തോ വിളിച്ചു പറയും, എന്തെങ്കിലും വിളിച്ചു പറ. എന്നാലും എന്നാ വിളിച്ചു പറയായിരിക്കും. റാണി പെറ്റി കിടക്കുന്നു ഫ്രൂട്ട്സ് എങ്കിലും കൊണ്ടുവരുമല്ലോ. ശരി, അത് പറഞ്ഞ അവര് വിശ്വസിക്കും. ഈ പ്രായത്തിൽ പ്രാണി പ്രസവിച്ചെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ വിശ്വസിക്കാനാ? പിന്നെ എന്താ വിളിച്ചു പറയും? അയ്യനേലും വട്ട, നീ അവരെ വിളിക്ക്. ഞാൻ നോക്കിയിട്ടൊരു ഐഡിയ ഉണ്ട്. നമ്മളെ കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലിന്റെ കിട്ടിലെ ഓണുണ്ട്, 20 രൂപയുള്ളൂ. കറക്റ്റ്. ഒരു ഉമ്മ അങ്ങോട്ട് തന്നാലോ ആലോചിക്കുക. ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, രാജാക്കന്മാർക്ക് ആവശ്യമുള്ള 20 രൂപയുടെ ഫുഡൊക്കെ മേടിച്ചത്. പക്ഷെ 20 രൂപ എവിടെ ഒപ്പിക്കും? അതും ഇല്ലേ? രാവിലെ പെണ്ണുമ്പിള്ളയുടെ വഞ്ചിയിൽ കുത്തി തുറന്ന 20 രൂപ എടുത്ത് പാല് മേടിച്ചത് ഇവിടെ രാവിലത്തെ കാര്യം ഒട്ടിച്ചത്. എന്റെ ദൈവം, എടാ ഇവിടെ ഒരു പൂച്ച കിടന്ന് കറങ്ങുന്ന ഒരു നാണമില്ലെന്ന് ഞാൻ അല്ലെങ്കിൽ എന്തിന് കിടന്ന് കറങ്ങുമോന്ന് എനിക്കറിയാൻ മേലാത്ത. ഇനിയിപ്പോ എന്നാ ചെയ്യുന്നേ? ഒരു കാര്യം ചെയ്യും, അവര് വരുന്ന സന്ധി സംഭാഷണത്തിനല്ലേ ഉൾട്ടടിക്കുക നേരത്തെ. അതെ, ഉച്ചയ്ക്ക് മുമ്പ് അവരെ അങ്ങ് പറഞ്ഞു വിടാം, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ അവരുടെ വരുന്നതിന്റെയാണോ കുതിരക്കുളമ്പടി ശബ്ദം കേൾക്കുന്നത്? ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാ ആദരവുകളും അവർക്ക് കൊടുത്ത് ആ രാജാക്കന്മാരെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചാലും. വിക്രാതിപുരം ദേശം വാഴും വീരരാജരാജ ചോളവർമ്മൻ ചന്ദ്രഗുപ്ത രാജാവ് ഞങ്ങളാദരവ് സ്വീകരിച്ചെഴുന്നള്ളുന്നത്. നീ എന്നതാണ് കാണിക്കുന്നത്? ഈ ഫ്രെയിമും പിടിച്ച് ജനലിന്റെ സൈഡിൽ കൂടെ നിൽക്കുന്ന പോലെ. ഇത് എന്നാ ഇത് ഉദ്ദേശിക്കുന്നത്? അല്ല, എന്റെ മനസ്സിൽ സാധനം കിടപ്പുണ്ട്, പിന്നെ ഇത് പിടിച്ചങ്ങ് ശീലമായിപ്പോയി, ഇത് പഴയതായിപ്പോയി. എന്നാ കീച്ച് പെട്ടെന്നാട്ടെ. രാജാവ് എഴുന്നള്ളുന്നേ.
സർവലോകങ്ങൾക്കും സർവാധിപൻ, രാജാതിരാജൻ, വീരാതി വീരൻ, ഈ പുള്ളി ആരാരടി പറഞ്ഞത്? നിങ്ങളെ പറ്റി തന്നെ. കണ്ടിന്യൂ. മഹാരാജന് നമ്മുടെയും പത്നിയുടെയും നമോവാകം. ആശ്വസ്തനായാലും രാജൻ, ആ അല്ലിമലർക്കാവിൽ 2 വർഷം പൂജയ്ക്ക് വെച്ചിരുന്ന ഉറുമിയാണ് അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓർമ്മയായി. ഇനി നാം ഉറുമി വെച്ചൊരു കീച്ചുണ്ട്. കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നാണോ? മഹാരാജൻ ഭയക്കണ്ട. 2 വർഷമായിട്ട് കാവലി നിൽക്കല്ലേ, ഇവിടെ കാട് കയറി പാമ്പ് കയറിയെന്ന് അറിഞ്ഞില്ല. അപ്പൊ അതിനകത്തൊരു തുടവാളാ. അതെ രാജൻ, അവിടെ ആരും കാവൽ നിൽക്കാനില്ലല്ലോ. ആരെങ്കിലും എടുത്തിട്ട് പോയിട്ടായോ? നല്ല ദൈവം പോയേ. സന്ധി സംഭാഷണത്തിന് വേണ്ടി അടുത്ത രാജാവ് വന്നിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് അവൻ എന്നോട് പറയണം, എനിക്കൊന്നും കാഴ്ച വെക്കാൻ കൊണ്ടുവരില്ലെന്ന് പറയണം. എനിക്ക് കുറച്ച് നാളോട് ജീവിക്കണം, അതുകൊണ്ടാ. അയ്യോ, അതൊരു പൂർവ്വം വിളിക്കല്ലേ. വിളിക്ക്. അയ്യോ, പോവാണോ? ഇല്ല, തീരദേശം വാഴും. തീരദേശമല്ല, ധീരദേശം. വിക്രമാദിത്യ മഹാരാജാവിന്റെ മൂത്ത മകൻ പിങ്കളരാജൻ എഴുന്നള്ളുന്നേ. ത്രിഭുവനങ്ങളും അകറ്റിവാഴും മഹാരാജാവിന് എന്റെ പ്രണാമം. അട്ടി സാധനം കയറുന്നുണ്ട് കേട്ടോ. ആസനസ്ഥനായാലും നാം നിങ്ങളെ വിളിപ്പിച്ചത് ഒരു കാര്യം ഉണർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. യുദ്ധം എന്ന് പറയുന്നത് ഒരു നാശകരമായ സംഭവമാണ്. ഈ യുദ്ധത്തിൽ നിന്നും നിങ്ങൾ പിന്മാറണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സന്ധ്യാ ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങളെ ഞാൻ വിളിച്ചു വരുത്തിയത്. മഹാരാജൻ, അങ്ങയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ. രാജൻ പേടിച്ചു പോയല്ലോ. സന്ധി സംഭാഷണം പയ്യെ മതി. ഇവിടെ ആളില്ലെന്ന് പറഞ്ഞ് ഫ്രണ്ട് ഡോർ അടച്ചിട്ടേക്ക് അല്ലെ കടക്കാരി വരും. അത്രയും സാധനം വേണ്ട. വേണ്ടേ? പതുക്കെ നമ്മൾ 4 പേര് കേൾക്കാൻ വേണ്ടി പതുക്കെ കീച്ചാ മതി. സാധ്യമല്ല. കറക്റ്റ് മീറ്റർ. മഹാരാജൻ, അങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യുദ്ധമെങ്കിൽ യുദ്ധം, നാം എന്തിനും തയ്യാർ. മഹാരാജൻ, യുദ്ധം വരെ എത്തണമെന്നുണ്ടെങ്കിൽ അത് വലിയ എന്തോ കൊടും ഭാരമായ കാര്യമാണ്. എന്താണ് അതിനുള്ള കാരണം? മഹാരാജൻ, നമ്മുടെ റാണി സോഷ്യൽ മീഡിയ സജീവമാണ്. ഒരുപാട് റീൽസ് ചെയ്ത് ഫേമസ് ആണ്. ഓഹോ, അങ്ങും എന്റെ റീൽസിന് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഞാനോ? ഞാൻ ഓർക്കുന്നില്ലോട്ടോ. അത് ഒരുപാട് പെണ്ണുങ്ങൾ കിட்ட കമന്റ് ചെയ്യുന്നുണ്ടോ ഓർക്കാത്ത? പോ ചെല്ലു, അടിച്ച് ചെവിക്കല്ലേ പറയും. പോ. മഹാറാണി ചെയ്ത ഒരു റീലിൽ അതിന്റെ അടിയിൽ വന്ന് ഈ പിങ്കളരാജന്റെ അശ്ലീല കമന്റ് ഇട്ടു. എന്ത് അശ്ലീല കമന്റോ? മഹാരാജൻ, എന്ത് അശ്ലീല കമന്റാണ് ഇട്ടത്? പറയൂ മഹാരാജൻ. നാം എങ്ങനെയാണത് രാജാവിനോട് പറയും? അത് പറ. അതെ, ഞാൻ അത് കേൾക്കാൻ. ഒരു രാജാവിന്റെ മുഖത്തൊക്കെ നാം അതെങ്ങനെ പറയും? ഇത്ര കുതിപ്പിച്ചിട്ട് അത് പറയാതിരിക്കലും. പറയൂ. പറയാൻ മടിയാകുന്നു രാജൻ. ധൈര്യമായിട്ട് പറഞ്ഞു. രാജാവിന് അശ്ലീലം കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. പറയൂ, എന്താണ് മഹാരാജൻ? പറയൂ. അല്ല രാജൻ, ഞങ്ങൾക്ക് പറയാൻ അത് താല്പര്യമില്ല. ആ കമന്റ് ഇട്ട പിങ്കളരാജൻ തന്നെ പറയട്ടെ. പിങ്കളരാജൻ, നിങ്ങൾ കുറ്റസമ്മതം നടത്തുക തന്നെ വേണം. എന്ത് കമന്റാണ് നിങ്ങൾ ഈ റാണിക്ക് നേരെ താഴെയിട്ടത്? ക്ഷമിക്കണം മഹാരാജൻ, ഈ റാണിയുടെ വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ പോയാൽ പെട്ടെന്ന് വൈറലാകും എന്നുള്ളതിന് പകരം ഇങ്ങനെ പോയാൽ പെട്ടെന്ന് വൈറലാകും എന്നായിപ്പോയി രാജൻ. അതിന് നാം ക്ഷമാർപ്പണവും നടത്തിയിട്ടുണ്ട് രാജൻ. ഇത്രയുമായി സ്ഥിതിക്ക് അവർ ക്ഷമ പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് യുദ്ധം? മഹാരാജൻ, ഇതൊരിക്കലും നാം ഓർക്കില്ല. ഈ പിങ്കളരാജനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ എന്റെ കാലാളി ഇറക്കും. നാം നമ്മുടെ കുതിര ഇറക്കും. നാം നമ്മുടെ രഥത്തിന് ഇറക്കും. എങ്കിൽ നാം നമ്മുടെ ആന ഇറക്കും. ഞാൻ ഈ കൊട്ടാരത്തിൽ ഇറക്കും. നിങ്ങളെ ചെസ് കളിക്കാൻ വേണ്ടി വന്നതാണോ? ഇത്രയും ശ്രേഷ്ഠമായ പ്രശ്നങ്ങളുണ്ടായ സ്ഥിതിക്ക് ഈ റാണി ചെയ്ത റീൽസ് എന്താണെന്ന് നമ്മളൊന്ന് കാണട്ടെ. ആണോ? പിന്നെ അതൊന്ന് കാണണമല്ലോ. കാണട്ടെ. ഒന്ന് കാണണമല്ലോ. കാണിച്ചു കൊടുക്കൂ റാണി. ഒന്ന് ആസ്വദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം.
പെരയുടെ ഗുളി ഇവിടെ അടുത്ത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഞാനൊന്ന് പോയി വന്നാലോ? ഇച്ചിരി കപ്പളക്കയും കൂടെ കുത്തിക്കോ. മഹാരാജൻ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ റാണിയുടെ തെമ്മാത്തമ്മ? തെമ്മാടിത്തരം കാണിച്ചിട്ട് നിന്ന് കുരയ്ക്കുന്നു. എനിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഇവന്റെ ഭാഗത്താണ് തെറ്റ്. അതുകൊണ്ട് തന്നെ നീയുമായി യുദ്ധം ചെയ്യാൻ ഞാൻ ഉറപ്പുവരുത്തിയിരിക്കുന്നു. എന്നോട് എന്തിനാണ് യുദ്ധം രാജൻ? എടാ, ഈ ഡാൻസ് കണ്ടിട്ട് അതിന് കമന്റ് അല്ല ചെയ്യേണ്ടത്, പിന്നെ പകരം ഇത് നിങ്ങളെ കൊട്ടാരം കയറി കത്തിച്ച് മുടിപ്പിക്കണം.